ബാത്റൂമിലോട്ട് ഇസ്തെറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൾ ടൈലിൻ്റെ ജോയിൻസിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു 90 ഡിഗ്രി ജോയിൻസ് വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു ടൈൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ രണ്ട് ടൈലും ജോയിൻ ചെയ്യുന്നിടത്ത് 45 ഡിഗ്രിയിലാണ് ടൈലുകൾ തമ്മിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈലിൻ്റെ എഡ്ജ് കാണാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിങ് അവിടെ കിട്ടും. ബാത്റൂമിൽ ടൈൽസ് ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് വാട്ടർ പ്രൂഫ് ഫ്ലോറിലും അതേപോലെ തന്നെ ബാത്റൂമിന്റെ വാൾസിലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. വാൾസിൽ ഒരു മിനിമം ഒരു 3 അടി ഹൈറ്റിലോട്ടാണ് കീപ്പ് ചെയ്യാൻ റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈലിന്റെ ലേ ഔട്ട് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഏതൊരു ഏരിയയിലും ഇപ്പോൾ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും അതിന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടൈൽ ലേയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ടൈലുകൾ വെക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡ്രോയിങ്സ് വേണം. ടൈൽ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബാത്റൂമിൽ നമ്മളിപ്പോൾ ടൈൽ ഇടുമ്പോൾ ഫസ്റ്റ് ടൈൽ എവിടെ വെക്കണം? ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് ടൈൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വെച്ചു, സെക്കൻഡ് ടൈൽ പീസായിട്ട് വരുന്ന ടൈലിനെ ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചു. അതേപോലെ തന്നെയാണ് അവിടെ ചെയ്യുമ്പോഴും അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഫസ്റ്റ് ടൈല് സെക്കൻഡ് ടൈല് അതിന് ബാക്കി വരുന്ന പീസിനെ ഇവിടെ വെച്ചു. അപ്പോൾ ആ ലേഔട്ട് ഇനീഷ്യൽ തന്നെ ഡിസ്കഷൻ ത്രൂ നമുക്കത് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ടൈൽ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈൽ ലേയിങ്ങിലോട്ട് പോകുമ്പോൾ ബാത്റൂമിൽ എന്നും റെക്കമെൻഡഡ് ആയിട്ടുള്ളത് എപ്പോക്സി ജോയിന്റ് ആണ്. അതായത് വിത്ത് സ്പേസർ ചെയ്യുക, എന്നിട്ട് ആ ജോയിന്റ്സിൽ എപ്പോക്സി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബാത്റൂമിലെ വാൾ ടൈൽ നമ്മൾ അഡസീവ് വെച്ചിട്ടാണ് ചെയ്യുക. അതേ സമയത്ത് ബാത്റൂമിലെ ഫ്ലോർ ടൈൽ ചെയ്യുന്ന സമയത്ത് അത് ബേസ്ഡ് ഓൺ ദി സൈസ് ഓഫ് ദ ടൈൽ അത് വേണമെങ്കിൽ അഡസീവ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിമെന്റ് മോർട്ടാർ വെച്ചിട്ടോ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ബാത്റൂമിലോട്ട് ഇസ്തെറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാൾ ടൈലിന്റെ ജോയിൻസിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു 90 ഡിഗ്രി ജോയിൻസ് വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു ടൈൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ രണ്ട് ടൈലും ജോയിൻ ചെയ്യുന്നിടത്ത് 45 ഡിഗ്രിയിലാണ് ടൈലുകൾ തമ്മിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ടൈലിന്റെ എഡ്ജ് കാണാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിങ് അവിടെ കിട്ടും. അതല്ല അത് നമ്മൾ 45 ഡിഗ്രിയിലല്ല കട്ട് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വിട്രിഫൈഡ് ടൈലിന്റെ ആ ടൈലിലെ ഡിസൈൻ ഇല്ലാത്ത എഡ്ജായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക.